പറപ്പൂർ ചില്ലിപ്പാടത്ത് 70 ഏക്കർ നെൽകൃഷി കരിഞ്ഞുണങ്ങി. മണ്ണിലെ അസിഡിറ്റി വർദ്ധിച്ചതും ഇലകരിച്ചിൽ രോഗം മൂർച്ഛിച്ചതുമാണ് കൃഷിനാശത്തിന് ഇടയാക്കിയതെന്ന് അധികൃതർ. വെള്ളിക്കുളങ്ങര വനമേഖലയിൽ കാടിറങ്ങുന്ന കാട്ടാനകൾ കർഷക ഗ്രാമങ്ങളുടെ ഉറക്കം കെടുത്തുന്നു. വനാതിർത്തിയിലെ സോളാർ വൈദ്യുതി വേലികൾ ഫലപ്രദമല്ലെന്ന് നാട്ടുകാർ. കുന്നംകുളത്തിന്റെ സ്വപ്ന പദ്ധതിയായ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് സർക്കാരിന്റെ സാങ്കേതിക അനുമതിയായി. നടപടികൾ വേഗത്തിലായത് TCV വാർത്തയെ തുടർന്ന്. ആഴക്കടൽ മത്സ്യബന്ധനത്തിന് മത്സ്യത്തൊഴിലാളികളെ കൂടുതൽ പ്രാപ്തരാക്കാനായി പദ്ധതി ആവിഷ്കരിക്കുമെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ. സംസ്ഥാനത്ത് 3 മറൈൻ ആംബുലൻസുകൾ ഏർപ്പെടുത്തുമെന്നും മന്ത്രി. പെരിങ്ങോട്ടുകരയിൽ താന്യം CPI ലോക്കൽ കമ്മിറ്റി ഓഫീസ് അടിച്ചു തകർത്ത കേസിൽ 3 പേർ അറസ്റ്റിൽ. CPM DYFI പ്രവർത്തകരാണ് അന്തിക്കാട് പോലീസിൽ കീഴടങ്ങിയത്. വാർത്തകൾ വിശദമായി. പറപ്പൂർ ചെല്ലിപ്പാടത്ത് വിളവെടുപ്പിന് പാകമായ നെൽക്കതിരുകൾ കരിഞ്ഞുണങ്ങുന്നു. 70 ഏക്കർ സ്ഥലത്തെ നെൽകൃഷിയാണ് കരിഞ്ഞുണങ്ങിയത്. ചെടികൾക്ക് 50 ദിവസം പ്രായമായപ്പോൾ കണ്ടു തുടങ്ങിയതാണ് ഇലകരിച്ചിൽ. വിളവെടുപ്പിന് സമയമായപ്പോഴേക്കും നെൽമണികൾ വരെ കരിഞ്ഞുണങ്ങി പതിരായി കഴിഞ്ഞു. തോളൂർ കൃഷിഭവനിൽ കർഷകർ വിവരമറിയിക്കുകയും പരിഹാരമാർഗങ്ങൾ ചെയ്തുവെങ്കിലും വേണ്ടത്ര ഫലം കണ്ടിട്ടില്ല. മണ്ണിലെ അസിഡിറ്റി വർദ്ധിച്ചതും ഇലകരിച്ചിൽ രോഗം മൂർച്ഛിച്ചതുമാണ് കൃഷിനാശത്തിന് ഇടയാക്കിയതെന്ന് കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. വിളവെടുപ്പ് നടത്തിയാൽ കൂലിച്ചെലവ് പോലും ലഭിക്കാത്ത അവസ്ഥയിലാണെന്ന് ജില്ലാ വികസന സമിതി അംഗവും കർഷകനുമായ PO സെബാസ്റ്റ്യൻ പറഞ്ഞു. 120 ദിവസം മൂപ്പുള്ള ജ്യോതി നെൽവിത്ത് ഉപയോഗിച്ചാണ് കൃഷി ചെയ്തിട്ടുള്ളത്. പ്രളയാനന്തരം മണ്ണിന്റെ ഘടന മാറിയതാണോ ഇലകരിച്ചിൽ രോഗം മൂലമാണോ എന്താണ് കൃഷിനാശത്തിന് കാരണമെന്ന് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇരിപ്പു കൃഷിയിറക്കാനായി നേരത്തെ വായ്പയെടുത്ത് കൃഷിയിറക്കുകയും കൃഷിനാശം സംഭവിക്കുകയും ചെയ്ത കർഷകർ ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. നെൽച്ചെടികൾ മുഴുവൻ പഴുത്ത് ഉണങ്ങുന്ന ഒരു അവസ്ഥയാണ് കണ്ടുകൊണ്ടിരുന്നത്. തുടർന്ന് അത് വ്യാപകമായി ഇപ്പോൾ നെല്ല് കൊയ്തെടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇനി കൊയ്തെടുക്കണമെങ്കിൽ ഒരു ഭീമമായ ചെലവ് വരും. ഇതിനൊക്കെ പ്രതിരോധ നിലയ്ക്ക് സർക്കാരിൽ നിന്ന് സഹായം ലഭിച്ചില്ലെങ്കിൽ കർഷകർ ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുകയാണ്. ഒരേക്കറിന് 20,000 രൂപയിലേറെ ചിലവ് ചെയ്താണ് ചെല്ലിപ്പാടത്ത് നെൽകൃഷി ചെയ്തിട്ടുള്ളത്. ചെല്ലിപ്പാടത്തെ ഭൂരിഭാഗം കർഷകരും ഇൻഷുറൻസ് പരിരക്ഷ എടുത്തിട്ടില്ലെന്നും പറയുന്നു. ഏനാമാവ്, മണലൂർ മേഖലയിലെ കോൾപ്പടവുകളിൽ ഇരുപ്പു കൃഷി ചെയ്യാനായി ഞാറ്റടി തയ്യാറാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് തൊള്ളൂർ പഞ്ചായത്തിലെ ചെല്ലിപ്പാടത്താണ്. സമയത്തിന് വിളവെടുത്ത് നിലമൊരുക്കി ഞാറ്റടി തയ്യാറാക്കിയില്ലെങ്കിൽ ഏനാമാവ്, മണലൂർ മേഖലയിലെ 600 ഏക്കറിലേറെ സ്ഥലത്തെ ഇരുപ്പു കൃഷിയും അവതാളത്തിലാകുമെന്നതാണ് സ്ഥിതി. ബന്ധപ്പെട്ട അധികൃതർ എത്രയും വേഗം നടപടി സ്വീകരിക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. TCV പാവറട്ടി. വള്ളത്തോൾ നഗർ പഞ്ചായത്തിലെ പള്ളം പാടശേഖരത്തിൽ വെള്ളം ലഭിക്കാത്തതിനെ തുടർന്ന് 60 ഏക്കറോളം നെൽകൃഷി ഉണക്കുഭീഷണിയിൽ. പ്രളയകാലത്ത് ചീരക്കുഴി ഡാം തകർന്നത് ഇത്തവണ കാർഷിക ജലസേചനത്തെ ബാധിക്കുമെന്ന ആശങ്ക നിലനിന്നിരുന്നുവെങ്കിലും UR പ്രദീപ് MLA ഇടപെട്ട് ചീരക്കുഴിയിൽ താൽക്കാലിക തടയണ നിർമ്മിച്ച് ഏതാനും ദിവസം മുൻപ് കനാൽ വഴി വെള്ളം തുറന്നുവിട്ടിരുന്നു. എന്നാൽ ചീരക്കുഴി മുതൽ ദേശമംഗലം കൊണ്ടയൂർ വരെ 40 കിലോമീറ്ററാണ് ദൂരം. വെള്ളത്തിന് വേഗത കുറവായതിനാൽ ഇതുവരെയും ദേശമംഗലം കൊണ്ടയൂരിൽ എത്തിയിട്ടില്ല. ഇതിൽ നെടുമ്പുര പടിഞ്ഞാറേ തല വരെ മാത്രമാണ് ഇപ്പോൾ വെള്ളമെത്തിയിട്ടുള്ളത്. എന്നാൽ ഇവിടെയുള്ള കർഷകർ കൃഷിയിലേക്ക് ആവശ്യമായ വെള്ളം മണൽച്ചാക്കിട്ട് കെട്ടി നിർത്തിയിരിക്കുകയാണ്. ഇതിനെ തുടർന്നാണ് പള്ളം പാടശേഖരത്തിലെ കർഷകർക്ക് വെള്ളം ലഭിക്കാതായത്. ഇതോടെ കൃഷി കരിഞ്ഞുണങ്ങി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃഷിയിടത്തിലേക്ക് കർഷകർ പണം കൊടുത്ത് ഭാരതപ്പുഴയിൽ നിന്ന് 2 മോട്ടോറുകൾ വെച്ച് 24 മണിക്കൂറും വെള്ളമടിക്കുന്നുണ്ടെങ്കിലും ആവശ്യത്തിന് വെള്ളം എത്തുന്നില്ല. കടം വാങ്ങിയും ബാങ്കിൽ നിന്ന് വായ്പയെടുത്തുമാണ് കർഷകർ കൃഷി ഇറക്കിയിരിക്കുന്നത്. പ്രശ്നത്തിൽ അടിയന്തരമായി അധികാരികൾ ഇടപെടണമെന്നും കർഷകർക്ക് ആവശ്യമായ വെള്ളം ലഭിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നും കർഷകരായ മോഹനനും KK ദാമോദരനും പറഞ്ഞു. TCV ചെറുതുരുത്തി. വെള്ളിക്കുളങ്ങര വനമേഖലയിൽ കാടിറങ്ങുന്ന കാട്ടാനകൾ കർഷക ഗ്രാമങ്ങളുടെ ഉറക്കം കെടുത്തുന്നു. വ്യാഴാഴ്ച രാത്രി താളൂപ്പാടം, അമ്പനോളി പ്രദേശങ്ങളിൽ കാട്ടാനയിറങ്ങി വ്യാപക കൃഷിനാശമാണ് ഉണ്ടാക്കിയത്. താളൂപ്പാടം സ്വദേശി പനങ്കൂട്ടത്തിൽ വിജയന്റെ 200ഓളം നേന്ത്രവാഴകൾ കാട്ടാന നശിപ്പിച്ചു. സമീപത്തെ റബ്ബർ തോട്ടം വഴി ഇറങ്ങിവന്ന കാട്ടാന കൃഷിസ്ഥലത്തെ പകുതിയോളം വാഴകൾ ഒടിച്ചിട്ടു. 1-2 മാസങ്ങൾ കൂടി കഴിഞ്ഞാൽ കുലവെട്ടാറായ വാഴകളാണ് ഇങ്ങനെ നശിപ്പിച്ചത്. സ്ഥലം ഉടമ വിദേശത്തായതിനാൽ ഉടമസ്ഥാവകാശ രേഖകൾ ഹാജരാക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കൃഷിനാശത്തിനുള്ള നഷ്ടപരിഹാരം പോലും കിട്ടാനിടയില്ലെന്ന് കർഷകനായ വിജയൻ പറഞ്ഞു. ഇത് കുറച്ച് നാളുകളായിട്ട് എപ്പോഴും ആന വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഇപ്പോൾ ഇന്നലെ രാത്രി ഈ വാഴ മുഴുവനും കളഞ്ഞു. പിന്നെ അവിടെ ഒരു 5000 വാഴ ഉണ്ടായത് അതും കളഞ്ഞു.
കൃഷി മൊത്തം നശിപ്പിച്ചു. അതുകൊണ്ട് ജീവിക്കാൻ മാർഗമില്ലാണ്ടായി. കാട്ടാനകളിൽ നിന്ന് കാർഷിക വിളകളെ സംരക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ കൃഷി ഉപേക്ഷിക്കുകയാണെന്ന് വിജയൻ പറയുന്നു. അമ്പനോളിയിൽ തെങ്ങ്, കവുങ്ങ് എന്നിവയാണ് കാട്ടാന നശിപ്പിച്ചത്. അങ്കമാലി സ്വദേശി ചാക്കോച്ചന്റെ കൃഷിത്തോട്ടത്തിലെ തെങ്ങുകളും കവുങ്ങ്, പന എന്നിവയും ആന മറിച്ചിട്ടു. 3 വലിയ പനമരങ്ങളാണ് മറിച്ചിട്ടിട്ടുള്ളത്. തെങ്ങും പനയും വീണ് ഏതാനും റബ്ബർ മരങ്ങളും നശിച്ചു. പുലർച്ചെ 4-ന് ടാപ്പിങ്ങിനായി തോട്ടത്തിലെത്തിയ വെള്ളിക്കുളങ്ങര മാവിൻചുവട് നെല്ലിക്കാമണ്ണിൽ ജോജിയാണ് കാട്ടാനയെ കണ്ടത്. രാവിലെ 7 മണി വരെ തോട്ടത്തിൽ നിലയുറപ്പിച്ച കാട്ടാനയെ പിന്നീട് ഒച്ചയെടുത്ത് ആട്ടി അകറ്റുകയായിരുന്നു. കഴിഞ്ഞ ദിവസം വന്നത് 3 ആനയായിരുന്നു, ഒരു കൊമ്പനും 2 പിടിയാനയും. ഇന്നലെ വന്നത് ഒരു പിടിയാന, വലിയ ആനയായിരുന്നു. ഇതുപോലെ തുടർച്ചയായി ആന ഇറങ്ങുകയാണെങ്കിൽ ഞങ്ങളെപ്പോലുള്ള തൊഴിലാളികൾക്കും കൃഷിക്കാർക്കും എല്ലാവർക്കും ഭയങ്കരമായ ബുദ്ധിമുട്ടുകളാണ്. ഇന്ന് രാവിലെ 7:30 വരെ ആനയെ ഓടിച്ചതിന് ശേഷമാണ് റബ്ബർ ടാപ്പ് ചെയ്യാനോ മറ്റുള്ള കാര്യങ്ങൾക്കോ ഞങ്ങൾക്ക് സാധിച്ചത്. പതിവായി കാട്ടാനകൾ ഇറങ്ങാൻ തുടങ്ങിയതോടെ പുലർച്ചെ ജോലിക്കിറങ്ങുന്ന ടാപ്പിംഗ് തൊഴിലാളികൾ ഭീതിയിലാണ്. മുപ്പിളി വനത്തിൽ നിന്നാണ് ഈ പ്രദേശത്തേക്ക് കാട്ടാനകൾ എത്തുന്നത്. ലക്ഷങ്ങൾ ചെലവഴിച്ച് വനംവകുപ്പ് വനാതിർത്തിയിൽ സോളാർ വൈദ്യുതി വേലികൾ സ്ഥാപിച്ചെങ്കിലും ഇവയെ മറികടന്നാണ് ആനകൾ ജനവാസ പ്രദേശങ്ങളിലെ കൃഷിത്തോട്ടങ്ങളിൽ എത്തുന്നത്. TCV കൊടകര. കുന്നംകുളത്തിന്റെ സ്വപ്ന പദ്ധതിയായ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് സർക്കാർ സാങ്കേതിക അനുമതി ലഭിച്ചതായി ചെയർപേഴ്സൺ അറിയിച്ചു. നവംബറിൽ ഉദ്ഘാടനം കഴിഞ്ഞ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് സാങ്കേതിക അനുമതി ഇനിയും ലഭിച്ചിട്ടില്ലെന്ന വാർത്ത കഴിഞ്ഞ ദിവസം TCV പുറത്തുവിട്ടിരുന്നു. സാങ്കേതിക അനുമതിയിൽ ഒപ്പുവെക്കേണ്ട ചീഫ് എഞ്ചിനീയർ ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിലായതാണ് അനുമതി വൈകാൻ കാരണമായതെന്ന് നഗരസഭ വിശദീകരണം നൽകിയെങ്കിലും വാർത്ത സമൂഹമാധ്യമങ്ങൾ ഏറ്റെടുത്തു. തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും തയ്യാറാക്കിയ സാങ്കേതിക ഫയൽ പൊതുമരാമത്തിന്റെ കോഴിക്കോട്ടെ സൂപ്രണ്ട് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് തിരുവനന്തപുരത്തെ ചീഫ് എഞ്ചിനീയറിംഗ് ഓഫീസിലെത്തിച്ചിരുന്നുവെന്നും ഒപ്പിടുവാൻ തീരുമാനിച്ച ദിവസം ഈ ഉദ്യോഗസ്ഥന് ഹൃദയ സംബന്ധമായ അസുഖം പിടിപെടുകയും ചീഫ് എഞ്ചിനീയറുടെ ചുമതല ഡെപ്യൂട്ടി എഞ്ചിനീയർക്ക് കൈമാറുകയും ചെയ്തുവെന്നും ഫയലിൽ ഡെപ്യൂട്ടി എഞ്ചിനീയറുടെ ഡിജിറ്റൽ ഒപ്പ് നിർബന്ധമാണെന്നതാണ് അനുമതി വൈകാൻ കാരണമായതെന്നും നഗരസഭ പറഞ്ഞിരുന്നു. മന്ത്രി AC മൊയ്തീൻ ഇടപെട്ട് 16-ന് ഡെപ്യൂട്ടി എഞ്ചിനീയർ ഫയലിൽ ഡിജിറ്റൽ ഒപ്പുവെക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ടെന്ന് ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ 2 മാസം മുൻപ് നിർമ്മാണോദ്ഘാടനം നടത്തുകയും 2018 നവംബറിൽ നിർമ്മാണം ആരംഭിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് ജനുവരി പകുതിയായിട്ടും സാങ്കേതിക അനുമതി ലഭ്യമായിട്ടില്ലെന്നും നിർമ്മാണ കമ്പനിയുമായി കരാറുണ്ടാക്കിയിട്ടില്ലെന്നുള്ള വാർത്തയെ തുടർന്നാണ് നഗരസഭ സാങ്കേതിക അനുമതി ലഭിച്ചിട്ടില്ലെന്നും കരാറുകാരുമായി ധാരണാപത്രം ഒപ്പിട്ടിട്ടില്ലെന്നും വിശദീകരിച്ചത്. സമൂഹമാധ്യമങ്ങളിൽ വിഷയം വലിയ തോതിൽ പ്രതിഷേധത്തിന് വഴിയൊരുക്കിയതോടെ ചെയർപേഴ്സണും ഉദ്യോഗസ്ഥരും കഴിഞ്ഞ ദിവസം തന്നെ തിരുവനന്തപുരത്തേക്ക് പോയി. ഏറെ പണിപ്പെട്ടാണ് അസുഖബാധിതനായ ചീഫ് എഞ്ചിനീയറെ കൊണ്ട് ഒപ്പിടിച്ചതെന്നാണ് പറയുന്നത്. അനുമതി പത്രം ഒപ്പിട്ട് ലഭിച്ച ഉടൻ തന്നെ സോഷ്യൽ മീഡിയകളിൽ ഇത് സംബന്ധിച്ച പ്രസ്താവനയും നഗരസഭ പുറത്തുവിട്ടു. സാങ്കേതിക അനുമതി ലഭിച്ച സാഹചര്യത്തിൽ കരാറുകാരനുമായി ധാരണാപത്രം ഒപ്പിട്ട് ഉടൻ നിർമ്മാണം ആരംഭിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. TCV ന്യൂസ്, കുന്നംകുളം. ആഴക്കടൽ മത്സ്യബന്ധനത്തിന് മത്സ്യത്തൊഴിലാളികളെ കൂടുതൽ പ്രാപ്തരാക്കാനായി സർക്കാർ പദ്ധതി ആവിഷ്കരിക്കുമെന്ന് ഫിഷറീസ് വകുപ്പ് മന്ത്രി J. മേഴ്സിക്കുട്ടിയമ്മ. സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ ഫിഷറീസ് സ്റ്റേഷൻ ജലകൃഷി പരിശീലന കേന്ദ്രം ഉദ്ഘാടനവും സാഫ് തീരമൈത്രി ഗുണഭോക്തൃ സംഗമവും അഴീക്കോട് മേഖല ചെമ്മീൻ വിത്തുൽപാദക കേന്ദ്രത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. ആധുനിക സാങ്കേതിക വിദ്യയും പശ്ചാത്തല സൗകര്യവും ആഴക്കടൽ മത്സ്യബന്ധനത്തിനായി സർക്കാർ തൊഴിലാളികൾക്കൊരുക്കും. മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങൾ മുഖേനയായിരിക്കും പദ്ധതി മുന്നോട്ട് കൊണ്ടുപോവുക. പദ്ധതി നിർവഹണത്തിനായി സബ്സിഡി ഉൾപ്പെടെയുള്ള സഹായങ്ങൾ സംസ്ഥാന സർക്കാർ നൽകും. 36 ബോട്ടുകളാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ കടലിൽ ഇറക്കുക. തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കിയാകും ആഴക്കടൽ മത്സ്യബന്ധനം നടത്തുക. പദ്ധതി നിർവഹണത്തിന് കേന്ദ്രത്തിന്റെ സഹകരണം തേടിയിട്ടുണ്ട്. മത്സ്യബന്ധന തൊഴിലാളികളുടെ സുരക്ഷയും മത്സ്യസമ്പത്തിന്റെ സംരക്ഷണം, തീരദേശത്തിന്റെ സംരക്ഷണം എന്നിവ സർക്കാരിന്റെ പ്രഥമ ലക്ഷ്യങ്ങളാണെന്നും മന്ത്രി പറഞ്ഞു. മത്സ്യബന്ധന തൊഴിലാളികളുടെ സുരക്ഷ ലക്ഷ്യമിട്ട് 18 കോടി രൂപ ചെലവിൽ സംസ്ഥാനത്ത് 3 മറൈൻ ആംബുലൻസുകൾ സ്ഥാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു. E.T. ടൈസൺ മാസ്റ്റർ MLA അധ്യക്ഷത വഹിച്ചു. ഫിഷറീസ് ജോയിന്റ് ഡയറക്ടർ NS ശ്രീലു, പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസാദിനി മോഹനൻ, ജനപ്രതിനിധികളായ E.K. മല്ലിക, നൌഷാദ് കൈതവളപ്പിൽ, സീന അഷ്റഫ്, PM അബ്ദുള്ള, പ്രസീന റാഫി, ഫിഷറീസ് മധ്യമേഖല ജോയിന്റ് ഡയറക്ടർ MS സാജു, PV മോഹനൻ, CK മജീദ്, PA കരുണാകരൻ എന്നിവർ സംസാരിച്ചു. TCV കൊടുങ്ങല്ലൂർ. ഒരിടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്.
where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. പെരിങ്ങോട്ടുകരയിൽ NC ശങ്കരൻ സ്മാരക താന്യം CPI ലോക്കൽ കമ്മിറ്റി ഓഫീസ് അടിച്ചു തകർത്ത കേസിൽ 3 CPM DYFI പ്രവർത്തകരെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. പെരിങ്ങോട്ടുകര സ്വദേശികളായ പുതിയടത്ത് മിഥുൻ, അമ്പലത്ത് ഷംസീർ, മാളൂത്തറ ജിഷ്ണുലാൽ എന്നിവരെയാണ് അറസ്റ്റിലായത്. ഇവർ സ്വമേധയാ സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. നവംബർ 20 പുലർച്ചെയായിരുന്നു പെരിങ്ങോട്ടുകര CPI താന്യം ലോക്കൽ കമ്മിറ്റി ഓഫീസ് അടിച്ചു തകർത്തത്. അലമാരയിൽ സൂക്ഷിച്ച 25,000 രൂപ മോഷണം പോയതായും പരാതിയിൽ പറയുന്നു. കുറ്റക്കാർക്കെതിരെ നടപടിയെടുത്തില്ലെന്നാരോപിച്ച് CPIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. ഇതിനിടയിലാണ് പ്രതികൾ സ്റ്റേഷനിലെത്തി കീഴടങ്ങിയത്. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി. കുന്നംകുളം പാറയിൽ ടൗൺഹാൾ റോഡിലെ മലിനജലം റോഡിലേക്ക് ഒഴുകുന്നു. പരിസരത്തെ ഡ്രെയിനേജിലൂടെ വരുന്ന ജലമാണ് റോഡിലേക്ക് ഒഴുകുന്നതെന്നാണ് വ്യാപാരികൾ പറയുന്നത്. രാവിലെ മനുഷ്യ വിസർജ്യം ഉൾപ്പെടെയുള്ളവ റോഡിൽ അടിഞ്ഞുകൂടിയിരുന്നതായും ജലത്തിലൂടെ ഇവ റോഡിലേക്ക് ഒഴുക്കിയതായും പറയുന്നു. മേഖലയിൽ നിന്നുള്ള സെപ്റ്റിക് ടാങ്കിൽ നിന്നോ മറ്റോ കാനയിലേക്ക് ജലം തിരിച്ചുവിട്ടതാകാമെന്നാണ് കരുതുന്നത്. പരാതിയെ തുടർന്ന് നഗരസഭാ ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തിയെങ്കിലും ഉറവിടം കണ്ടെത്താനായില്ലെന്നും പരിസരവാസികൾ പറഞ്ഞു. നഗരസഭയുടെ അനാസ്ഥയായിട്ട് നിങ്ങൾ കാണണം. ഹെൽത്ത് എന്നുള്ള ആളുകൾ വന്ന് നോക്കി പോകാനല്ലാതെ ഒരു കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. അതിലൂടെ ഒഴുകുന്നത് സെപ്റ്റിക് ടാങ്കിൻ്റെ മാലിന്യം തന്നെയാണെന്നുള്ളതിന് 100% അപ്പുറം നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് മണം. ഇത്രയും ജനങ്ങൾ പോണ ഈ വഴിയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് പെട്ടെന്ന് അടിയന്തരമായ നടപടിയെടുക്കാത്തതിൽ ചെയർമാനും ഹെൽത്തിനും ഒക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ പൈപ്പ് മുനിസിപ്പാലിറ്റിയിലെ ഡ്രെയിനേജിൻ്റെ വെള്ളമാണ് ഈ വരുന്നത്. ഇത് ഭയങ്കര സ്മെല്ലും വഴക്കും. ഉദ്യോഗസ്ഥർ ആവശ്യമായ ഗൗരവത്തിൽ ഇതിനെ സമീപിക്കുന്നില്ലെന്നും കൗൺസിലർ ബീന ലിബിനി ആരോപിച്ചു. ദേശീയപാത മുല്ലത്തറയിൽ റോഡിലെ ടൈൽ വിരിക്കൽ അവസാനിക്കുന്നില്ല. റോഡ് പൂർണ്ണമായി അടച്ചിട്ടതോടെ KSEB ജീവനക്കാരും കേബിൾ TV ഓപ്പറേറ്റർമാരും ജനങ്ങളും ദുരിതത്തിലായി. കഴിഞ്ഞ മാസം 21-നാണ് റോഡിലെ ടൈൽ വിരിക്കൽ ആരംഭിച്ചത്. പ്രദേശത്തെ സമാന്തര റോഡുകളാണ് ഇപ്പോൾ സഞ്ചാരത്തിനായി ഉപയോഗിക്കുന്നത്. വലിയ കണ്ടെയ്നർ ലോറികൾ ഇതുവഴി കടന്നുപോകാൻ തുടങ്ങിയതോടെ പ്രദേശത്തെ വൈദ്യുതി കമ്പികളും കേബിൾ TV ഓപ്റ്റിക് ഫൈബറുകളും പൊട്ടാൻ തുടങ്ങി. പ്രദേശത്ത് കേബിൾ TV ഇന്റർനെറ്റ് സംവിധാനവും താറുമാറാകുകയാണ്. വലിയ വലിയ വാഹനങ്ങളും കണ്ടെയ്നറുകളൊക്കെ ഈ ചെറിയ റോഡിൽ കൂടിയാണ് പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ നഷ്ടങ്ങളും ആൾക്കാർ വരാനുള്ള ബുദ്ധിമുട്ടും എല്ലാം ഇവിടെ ഉണ്ട്. ഇലക്ട്രിക് കമ്പികളും TV കേബിളുകളിലുള്ള വയറുകളൊക്കെ വളരെയധികം നഷ്ടം വന്നിട്ടിരിക്കുകയാണ്. വലിയ വാഹനം ഓടുന്ന കാരണം കേബിളും കറണ്ടും പൊട്ടി ആൾ മരിക്കാനായിട്ടുണ്ട്. ചില ഭാഗത്തൊക്കെ ഷോക്ക് അടിക്കുന്നുണ്ട്. അതുകൊണ്ട് കാരണമായ ഇതിനൊരു ശ്രദ്ധയില്ലെങ്കിൽ മരണങ്ങൾ ഇവിടെ വർധനമുണ്ടാവും. അന്ന മാതിരി തന്നെ ഈ വലിയ വണ്ടി ഓടുന്ന കാരണം ഈ റോഡ് വഞ്ചിയിട്ട് ഓടിച്ച് കളിക്കുക, യമ വെച്ച് ഓടിച്ച് കളിക്കേണ്ട സംവിധാനത്തിലേക്കാണ് ആയിക്കൊണ്ട് വരുന്നത്. അതുകൊണ്ട് കർശനമായി ഇതിനൊരു തടസ്സമില്ലെങ്കിൽ ഇവിടെ ഞങ്ങൾ സമരം എടുക്കാൻ തയ്യാറാണ്. അന്തർ സംസ്ഥാന ചരക്കു ലോറികളടക്കം ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന ദേശീയപാത പൂർണ്ണമായി അടച്ചിട്ട് ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നത് അപൂർവമാണെന്നും അടിയന്തരമായി പണി പൂർത്തീകരിക്കാനുള്ള നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട ഹർത്താലിനിടെ വാടാനപ്പള്ളിയിൽ BJP പ്രവർത്തകരെ ആക്രമിച്ച കേസിൽ ഒരു SDPI പ്രവർത്തകൻ കൂടി അറസ്റ്റിലായി. വാടാനപ്പള്ളി ഫസൽ നഗർ സ്വദേശി അറക്കുവീട്ടിൽ റഹ്മത്ത് അലിയാണ് അറസ്റ്റിലായത്. വലപ്പാട് SHO TK ഷൈജു, വാടാനപ്പള്ളി SI MK രമേശ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. 50 പ്രതികളുള്ള കേസിൽ ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം 9 പ്രതിയെ ചാവക്കാട് കോടതിയിൽ ഹാജരാക്കി. കാട്ടൂർ പൊഞ്ഞനം ശ്മശാനത്തിന് സർക്കാർ റിസീവർ ഭരണം ഏർപ്പെടുത്തി. കോടതി ഉത്തരവിനെ തുടർന്നാണ് RDO റിസീവർ ഭരണം ഏറ്റെടുത്തത്. ശ്മശാന ഭൂമിയെ ചൊല്ലി കാട്ടൂർ പഞ്ചായത്തും KPMSും ഏറെ നാളായി തർക്കം നിലനിൽക്കുന്നുണ്ട്. നേരത്തെ അവകാശം പറഞ്ഞ KPMS ഇവിടെ ബോർഡ് സ്ഥാപിക്കുകയും പഞ്ചായത്ത് ബോർഡിൽ കരിയോയിൽ ഒഴിക്കുകയും ചെയ്തിരുന്നു. തർക്കം രൂക്ഷമായ സാഹചര്യത്തിലാണ് കോടതി ശ്മശാനത്തിന് റിസീവർ ഭരണം ഏർപ്പെടുത്തിയത്. സർക്കാരിനു വേണ്ടി കാട്ടൂർ വില്ലേജ് ചാർജ് ഓഫീസർ KG സിനിയെയാണ് റിസീവറായി നിയമിച്ചിരിക്കുന്നത്. പോലീസ് സംരക്ഷണത്തോടെ ഇവർ ശ്മശാനം ഏറ്റെടുത്തു.
കടങ്ങോട് മയിലാടും കുന്നിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്വാറിയിൽ മിന്നൽ പരിശോധന. റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ കല്ല് പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന യന്ത്രങ്ങൾ പിടിച്ചെടുത്തു. രാപ്പകൽ വ്യത്യാസമില്ലാതെയാണ് നിയമവിരുദ്ധമായി കരിങ്കൽ ക്വാറികൾ പ്രവർത്തിക്കുന്നത്. സർക്കാർ പുറമ്പോക്ക് ഭൂമിയും പട്ടയഭൂമിയും കയ്യേറിയാണ് ക്വാറികൾ പ്രവർത്തിക്കുന്നതെന്നും പരാതിയുണ്ട്. റവന്യൂ വകുപ്പിന് വിവരം ലഭിച്ചതിനെ തുടർന്ന് കുന്നംകുളം താലൂക്ക് ഡെപ്യൂട്ടി തഹസിൽദാർ KV സനൽകുമാറിന്റെ നേതൃത്വത്തിൽ ക്വാറിയിൽ മിന്നൽ പരിശോധന നടത്തുകയായിരുന്നു. സ്ഫോടനത്തിന് കുഴിയെടുക്കാനും കല്ല് തകർക്കാനും ഉപയോഗിക്കുന്ന 5 ജാക്ക് ഹാമറും 3 ഹിറ്റാച്ചിയും പിടിച്ചെടുത്തു. പിടിച്ചെടുത്ത യന്ത്രങ്ങളും വാഹനങ്ങളും തുടർ നടപടികൾക്കായി RDOയ്ക്ക് കൈമാറി. കുഴിക്കാട്ടുശ്ശേരിയിൽ വയോധികയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. തകരംപറമ്പിൽ പരേതനായ ചാത്തന്റെ ഭാര്യ 76 വയസ്സുള്ള തങ്കമ്മയാണ് മരിച്ചത്. തലയുടെ പിൻഭാഗത്ത് മുറിവേറ്റ് രക്തം വാർന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മകന്റെ വീട്ടിൽ താമസിച്ചിരുന്ന ഇവർ 2 ദിവസം മുൻപാണ് സ്വന്തം വീട്ടിലേക്ക് വന്നത്. ഈ സമയത്ത് തനിച്ചായിരുന്നു വീട്ടിൽ കഴിഞ്ഞിരുന്നത്. തലയടിച്ച് വീണ ശേഷം രക്തം വാർന്ന് മരണം സംഭവിച്ചതാകാമെന്ന് സംശയിക്കുന്നു. ആളൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ശൈവമന്ത്ര മുഖരിതമായ അന്തരീക്ഷത്തിൽ പരിപാവനമായ വസൂർധാരയോടെ മമ്മിയൂർ മഹാരുദ്രയജ്ഞത്തിന് സമാപനമായി. യജ്ഞപുണ്യം നുകരാൻ ആയിരങ്ങളാണ് ക്ഷേത്രസന്നിധിയിലെത്തിയത്. 11 വെള്ളി കലശക്കുടങ്ങളിൽ എണ്ണ, പഞ്ചാമൃതം, പഞ്ചഗവ്യം, നെയ്യ്, പാൽ, തൈര്, തേൻ, കരിമ്പിൻനീര്, ചെറുനാരങ്ങ നീര്, ഇളനീർ, അഷ്ടഗന്ധജലം എന്നിവ ശ്രീരുദ്ര മന്ത്രജപത്താൽ ചൈതന്യമാക്കിയ ശേഷമായിരുന്നു രുദ്രാഭിഷേകം. 11 ദിവസങ്ങളിലായി നടന്ന അഭിഷേകങ്ങളിൽ 121 കലശക്കുടങ്ങളാണ് മഹാദേവന് അഭിഷേകം ചെയ്തത്. ക്ഷേത്രം തന്ത്രി ചേന ശ്രീകാന്ത് നമ്പൂതിരിപ്പാട് കാർമ്മികത്വം വഹിച്ചു. ആലപ്പാട് പുറത്തൂരിൽ ചിറമ്മൽ കാരാത്ത് വീട്ടിൽ ബാബുവിന്റെ കൃഷിയിടം പുതുമകളാൽ സമ്പന്നമാണ്. നാടൻ ചെടികളുടെ കൂട്ടത്തിൽ VIP പരിഗണനയിൽ വളരുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നും കടൽ കടന്നെത്തിയ നിരവധി ഫലവൃക്ഷാദികളാണ്. ബാബുവിന്റെ വീട്ടിലെ ആകെയുള്ള 2.5 ഏക്കർ സ്ഥലത്തിൽ 1.5 ഏക്കറിലാണ് നാടനും വിദേശിയുമടക്കമുള്ള ചെടികളും മരങ്ങളും കായ്കളും വിസ്മയം തീർക്കുന്നത്. തൃശൂരിൽ നിന്നും അയൽ ജില്ലകളിൽ നിന്നും ശേഖരിച്ച വൃക്ഷത്തൈകൾ വെച്ച് 10 വർഷം മുൻപ് ആരംഭിച്ച തോട്ടത്തിലിപ്പോൾ വിദേശയിനം ചെടികളും പൂത്തുവിടരുന്നുണ്ട്. രാസവളം തീരെ ഉപയോഗിക്കാതെയാണ് ഇവിടത്തെ കൃഷി ചെയ്യുന്നത്. പല വർഷങ്ങൾ ഞാൻ വെച്ച് പിടിപ്പിക്കുക എന്ന് പറയുന്നത് അടുത്ത തലമുറയ്ക്ക് പലതും അന്യമായിട്ടുള്ള നമ്മുടെ നാടൻ ഫ്രൂട്ട്സുകൾ പലതുണ്ട്. ഇപ്പോൾ പൂച്ചപ്പഴം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ തലമുറയ്ക്ക് ആർക്കും അത് അറിയില്ല. അങ്ങനെ പിന്നെ കുറേ വിദേശ പഴങ്ങൾ ഏകദേശം ഒരു 10-60 വെറൈറ്റിയാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളത്. അതിൽ മുഴുവൻ കാച്ചു തുടങ്ങിയിട്ടില്ല. 5-10 വർഷമായിട്ട് ഉള്ള കുറേശ്ശെയായിട്ടുള്ള എൻ്റെ പ്രയത്നമാണത്. അതിൽ പലതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. 60 തരം പുതുമകളുള്ള ചെടികളുടെ മനോഹരമായ ഉദ്യാനം കൂടിയാണ് ബാബുവിന്റെ തോട്ടം. ബാബുവും ഭാര്യയും മകളുമാണ് ഇവയുടെ പരിചാരകർ. തൊഴിലാളികളെ വെച്ച് കൃഷി ചെയ്യുന്ന രീതിയും ഇവർക്കില്ല. തായ്ലാന്റിൽ നിന്നുള്ള സാന്തോൾ, ബ്രസീലിൽ നിന്നുള്ള ബറാബ, ഫിലിപ്പിയൻ താരമായ വെൽവെറ്റ് ആപ്പിൾ, ബംഗ്ലാദേശിൽ നിന്നുള്ള ഗാബ്, മിൽക്ക് ഫ്രൂട്ടായ ജമൈക്ക, കായ്ച്ചാൽ 1.5 കിലോ തൂക്കം വരുന്ന എലിഫന്റ് ആപ്പിൾ തുടങ്ങിയവയെല്ലാം ബാബുവിന്റെ തോട്ടത്തിലെ മിന്നും താരങ്ങളാണ്. നാടാകെ ഗന്ധം പരത്താൻ കഴിവുള്ള ഇന്തോനേഷ്യൻ ഫലമായ ദുരിയനും കൂട്ടത്തിലുണ്ട്. സ്വന്തം മണ്ണിൽ വൃക്ഷങ്ങളെ മക്കളെപ്പോലെ നട്ടുപരിപാലിക്കുന്ന ബാബുവിന്റെ താല്പര്യത്തിന് പിന്നിൽ ലാഭേച്ഛകളില്ല. ജാതി, കവുങ്ങ്, തെങ്ങ്, കുരുമുളക്, കശുമാവ്, പൈനാപ്പിൾ, മാവ്, പ്ലാവ് തുടങ്ങിയവയും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. TCV അന്തിക്കാട്. മുക്കുപണ്ടം പണയം നൽകി 3.5 ലക്ഷം കവർന്ന 3 പേരെ ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. എളവള്ളി, പണ്ടാറക്കാട്, രാമനാഥ് മുഹമ്മദ് അബൂബക്കർ, പാവറട്ടി പാങ്ങ് കുട്ടാട്ടിൽ അപ്പു എന്ന് വിളിക്കുന്ന ഷിത്തിൻ, മുല്ലശ്ശേരി പൂവത്തൂർ രായമരക്കാർ മുഹമ്മദ് സാഹിർ എന്നിവരെയാണ് ഗുരുവായൂർ CI E ബാലകൃഷ്ണൻ, SI K ഫക്രുദ്ദീൻ എന്നിവരുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം വടക്കാഞ്ചേരിയിൽ മുക്കുപണ്ടം തട്ടിപ്പിൽ ഇവർ അറസ്റ്റിലായിരുന്നു. പോലീസ് ചോദ്യം ചെയ്തതിൽ നിന്നാണ് പേരകത്തും മുക്കുപണ്ടം വച്ചിട്ടുണ്ടെന്ന് പ്രതികൾ സമ്മതിക്കുന്നത്. സംഭവത്തിൽ 2 പേരെ കൂടി പിടികിട്ടാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു. അറസ്റ്റിലായവരെ സ്ഥാപനത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ചാലക്കുടിയിൽ വീണ്ടും ബൈക്കിലെത്തി മാല കവർന്നു. ABT റോഡിൽ പവർ ഹൌസിന് സമീപം കൂടപ്പുഴ പൊയ്യക്കാരൻ സുന്ദരന്റെ ഭാര്യ രമണിയുടെ 3.5 പവന്റെ മാലയാണ് ബൈക്കിൽ ഹെൽമറ്റ് ധരിച്ചെത്തിയയാൾ കവർന്നത്. ഇവർ ബഹളം വെച്ചെങ്കിലും വിജനമായ വഴിയായതിനാൽ പ്രയോജനമുണ്ടായില്ല. പ്രദേശത്ത് കഴിഞ്ഞ 3 മാസത്തിനുള്ളിലെ 6ാമത്തെ മാല കവർച്ചയാണിത്. പ്രളയത്തിൽ വീട്ടിൽ വെള്ളം കയറിയിട്ടും സാങ്കേതികതയിൽ കുരുങ്ങി അധികൃതരുടെ സഹായം ലഭിക്കാതെ മൈക്കിൾ യാത്രയായി.
പൊയ്യ പഞ്ചായത്തിലെ മാള പള്ളിപ്പുറം സ്വദേശി പാനിക്കുളം മൈക്കിളാണ് മരിച്ചത്. തനിച്ചു കഴിഞ്ഞിരുന്ന 82-കാരനായ മൈക്കിളിന് വീട്ടിൽ വെള്ളം കയറിയതിന് സർക്കാർ പ്രഖ്യാപിച്ച 10,000 രൂപയുടെ അർഹതയുണ്ടായിരുന്നു. എന്നാൽ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തതിനാൽ സർക്കാർ അനുവദിച്ച തുക ലഭിച്ചില്ല. ഏറെ വൈകി ഇക്കാര്യം അറിഞ്ഞ് ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങാൻ പൊതുപ്രവർത്തകനായ ബൈജു പാറേക്കാടൻ ബാങ്കിനെ സമീപിച്ചപ്പോൾ നിലവിൽ അക്കൗണ്ട് ഉണ്ടായിരുന്നതായി വിവരം ലഭിച്ചിരുന്നു. ഇക്കാര്യം മൈക്കിളിന് ഓർമ്മയില്ലായിരുന്നു. അർഹത ഉണ്ടായിട്ടും ആരുടെയും സഹായത്തിന് കാത്തുനിൽക്കാതെയാണ് മൈക്കിൾ യാത്രയായത്. പുറം കടലിൽ എഞ്ചിൻ തകരാറിലായി ഒഴുകി നടന്ന വള്ളത്തിലെ 2 മത്സ്യത്തൊഴിലാളികളെ തീരദേശ പോലീസ് രക്ഷപ്പെടുത്തി. കാര സ്വദേശികളായ പൂതംവീട്ടിൽ ആനന്ദൻ, സുഭാഷ് എന്നിവരെയാണ് രക്ഷപ്പെടുത്തിയത്. അഴീക്കോട് നിന്നും മത്സ്യബന്ധനത്തിനായി ബുധനാഴ്ച രാവിലെ പുറപ്പെട്ട ഫൈബർ വള്ളമാണ് കടൽ തീരത്ത് നിന്നും 8 നോട്ടിക്കൽ പടിഞ്ഞാറ് മാറി എഞ്ചിന്റെ പ്രവർത്തനം നിലച്ച് ഒഴുകി നടന്നത്. മറ്റു മത്സ്യത്തൊഴിലാളികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് അഴീക്കോട് തീരദേശ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ PR ബിജോയുടെ നേതൃത്വത്തിൽ ഫാസ്റ്റ് ഇന്റർസെപ്റ്റർ ബോട്ടിൽ റെസ്ക്യൂ ടീം രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു. റെസ്ക്യൂ ടീം ലീഡർ മാത്യു, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ER ഷിനിൽകുമാർ, CPO ഷിബു ഡാനിയൽ, ബോട്ട് കമാൻഡർ ഹരികുമാർ എന്നിവരും രക്ഷാസംഘത്തിലുണ്ടായിരുന്നു. കേരള വനം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കാട്ടുതീ തടയൂ, വനം സംരക്ഷിക്കൂ എന്ന വിഷയത്തെക്കുറിച്ച് ചിറ്റണ്ട ജ്ഞാനോദയം UP സ്കൂളിൽ ബോധവൽക്കരണ ക്ലാസും റാലിയും നടന്നു. പൂങ്ങോട് ഡിവിഷനിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ക്ലാസിന് നേതൃത്വം നൽകി. ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ PD രതീഷ്, മാനേജർ S ബസന്തലാൽ, PTA പ്രസിഡന്റ് KT സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്ത് മത്സ്യബന്ധന രംഗത്ത് 800 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്ന് മന്ത്രി J മേഴ്സിക്കുട്ടിയമ്മ. വാടാനപ്പള്ളിയിൽ ലൈബ്രറി കമ്മ്യൂണിറ്റി ഹാളും അംഗൻവാടി കെട്ടിടവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മുരളി പെരുന്നള്ളി MLA അധ്യക്ഷനായിരുന്നു. CN ജയദേവൻ MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് എന്നിവർ മുഖ്യാതിഥികളായി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR സുഭാഷിണി, വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിജിത് വടക്കുംചേരി, ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള അരുണൻ, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ K സുഹൈർ എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി ഫോറസ്റ്റ് സ്റ്റേഷന്റെയും എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കാട്ടുതീ പ്രതിരോധ ബോധവൽക്കരണ റാലി നടത്തി. ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ C രാജീവൻ റാലി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഡെപ്യൂട്ടി പ്രധാനാധ്യാപകൻ MS സിറാജ് അധ്യക്ഷനായി. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ MV രജീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ബോധവൽക്കരണ സെമിനാറിൽ വാഴാനി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ റൈജു ജോസഫ് ക്ലാസ് എടുത്തു. പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപം നിർത്തിയിട്ടിരുന്ന ലോറിയിൽ നിന്നും 1.5 ലക്ഷം രൂപ മോഷണം പോയതായി പരാതി. ടോൾ പ്ലാസയ്ക്ക് സമീപം ലോറി നിർത്തിയിട്ട് ഡ്രൈവർ ഉറങ്ങുന്നതിനിടയിലാണ് ലോറിക്കകത്ത് പെട്ടിയിൽ സൂക്ഷിച്ചിരുന്ന പണവും രേഖകളും മോഷണം പോയത്. ലോറി ഡ്രൈവർ തമിഴ്നാട് അവിനാശി സ്വദേശി സൂര്യപ്രകാശിന്റെ പരാതിയിൽ പുതുക്കാട് പോലീസ് കേസെടുത്തു. ടോൾ പ്ലാസയിലെ CCTV ക്യാമറ ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരിടവേള. അമ്മയ്ക്ക് കളർഫുൾ സാരി ഇതുടുത്താൽ കല്യാണ പെണ്ണ് തന്നെ. അതെ, ഡിസൈനർ സാരി, സെറ്റ് സാരി, ചുരിദാർ, ഫ്രോക്ക്, കുട്ടികൾക്കുള്ള റെഡിമെയ്ഡ്സ്, ഷർട്ട്, ജീൻസ് ഇതെല്ലാം ഇവിടുന്ന് സെലക്ട് ചെയ്യാനുണ്ട്. സാധാരണക്കാരുടെ വിവാഹ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുവാൻ കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. വാർത്തകളിലേക്ക്. മുല്ലക്കര ശ്രീ മാരിയമ്മൻ കോവിൽ പൂയ മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം മേൽശാന്തി KM ശിവപ്രസാദ് കൊടിയേറ്റം നിർവഹിച്ചു. ഈ മാസം 15, 16, 17 തീയതികളിലാണ് പൂയ മഹോത്സവം. 15-ന് രാവിലെ 8-ന് പൊങ്കാല സമർപ്പണം, 16-ന് പറനിറക്കൽ, 17-ന് രാവിലെ വിശേഷാൽ പൂജകൾ, തുടർന്ന് അന്നദാനം എന്നിവ നടക്കും. 17-ന് വൈകിട്ട് 7-ന് വിളക്കെഴുന്നള്ളിപ്പ് വാദ്യനൃത്തഘോഷങ്ങളോടെ വെട്ടിക്കലിൽ നിന്ന് ആരംഭിച്ച് മാരിയമ്മൻ കോവിലിൽ സമാപിക്കും. റോഡിൽ നിന്ന് കളഞ്ഞുകിട്ടിയ 1.25 പവന്റെ കൈച്ചെയിൻ ഉടമയ്ക്ക് തിരിച്ചു നൽകി മധ്യവയസ്കൻ മാതൃകയായി. ചെട്ടിച്ചാൽ അച്ചങ്ങാടൻ മോഹനനാണ് 3 മുറിയിൽ നിന്ന് കൈച്ചെയിൻ കളഞ്ഞുകിട്ടിയത്. വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ച കൈച്ചെയിൻ SI SS ഷിജു, മറ്റത്തൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS പ്രശാന്ത് എന്നിവരുടെ സാന്നിധ്യത്തിൽ ഉടമ നൂലുവള്ളി മണ്ടുപറമ്പിൽ അജീബ് ചന്ദ്രന് കൈമാറി.
കുടുംബശ്രീ CDS അംഗങ്ങൾക്ക് ഓണറേറിയം അനുവദിക്കണമെന്ന് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മണലൂർ ഏരിയ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. നിരവധി അപകട മരണങ്ങൾക്ക് കാരണമായി മാറിയ തൃശൂർ കാഞ്ഞാണി വാടാനപ്പള്ളി റോഡ് വികസനം അടിയന്തരമായി പൂർത്തിയാക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം മേരി തോമസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ KV നഫീസ, KV പുഷ്പ, ജില്ലാ കമ്മിറ്റി അംഗം ഗീത ഭരതൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രളയത്തിൽ തകർന്നതിനു ശേഷം പുനർനിർമ്മിച്ച വേലുപാടം ALP സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ നിർവഹിച്ചു. വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് EM ഉമ്മർ അധ്യക്ഷനായിരുന്നു. നവീകരിച്ച കെട്ടിടത്തിന്റെയും കമ്പ്യൂട്ടർ ലാബിന്റെയും സമർപ്പണം ബ്ലൂം ഇന്ത്യ മാനേജിംഗ് ഡയറക്ടർ ഹെർബർട്ട് സോൺലൈറ്റ്നർ നിർവഹിച്ചു. സബ് കളക്ടർ MB ഗിരീഷ് മുഖ്യാതിഥിയായിരുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മന്ത്രി C രവീന്ദ്രനാഥ് സ്കൂളിൽ സന്ദർശനം നടത്തി. അതിരപ്പള്ളി പഞ്ചായത്ത് 2018-19 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിഭാഗത്തിലെ കലാകാരന്മാർക്ക് വാദ്യോപകരണങ്ങൾ വിതരണം ചെയ്തു. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിജു വാഴക്കാല വിതരണോദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ വർഗീസ് അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷ ചന്ദ്രിക ഷിബു, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. പ്രളയത്തിനു ശേഷമുള്ള ആദ്യ നെൽകൃഷിക്ക് മേലൂർ പുഞ്ചപ്പാടത്ത് തുടക്കമായി. 30ഓളം കർഷകരുടെ കൂട്ടായ്മ മുണ്ടകൻ കൃഷിയുടെ ഞാറ് നടിയിലാണ് ഇവിടെ പൂർത്തിയാക്കുന്നത്. 35 ഏക്കറിലാണ് ഇക്കുറി പുഞ്ചപ്പാടം പാടശേഖര സമിതി കൃഷിയിറക്കുന്നത്. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹായത്തോടെ കാലടി ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയിലെ വെള്ളം പാടശേഖരത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് പുഞ്ചപ്പാടത്തെ കൃഷിക്ക് അനുഗ്രഹമായി. ഒല്ലൂർ തൈക്കാട്ടുശ്ശേരി സെന്റ് പോൾസ് ദേവാലയത്തിലെ സംയുക്ത തിരുനാളിന് കൊടിയേറി. ഫാദർ ജോയ് മൂക്കൻ കൊടിയേറ്റം നിർവഹിച്ചു. ഈ മാസം 19, 20, 21 തീയതികളിലാണ് തിരുനാൾ. വരവൂർ ഗവൺമെന്റ് LP സ്കൂളിന്റെ കൊയ്ത്തുത്സവം വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് C വിജയലക്ഷ്മി നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് KV ഖദീജ, പഞ്ചായത്ത് സെക്രട്ടറി രാജേശ്വരി, കൃഷി ഓഫീസർ C ആരതി തുടങ്ങിയവർ പങ്കെടുത്തു. കാലവർഷക്കെടുതിയിൽ വീട് നഷ്ടപ്പെട്ടവർക്കും വീട് തകർന്ന പാവങ്ങൾക്കും വീട് നിർമ്മിച്ചു നൽകി കൊടകര സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജ്. ആളൂർ പഞ്ചായത്തിലെ 20-ാം വാർഡിൽ പൊരുന്നക്കുന്നിൽ വയോധികരായ വെളിയത്തുപറമ്പിൽ കുഞ്ഞപ്പനും കിടപ്പ് രോഗിയായ ഭാര്യ അന്നയ്ക്കും മകൾക്കുമാണ് കോളേജ് ആദ്യ വീട് നിർമ്മിച്ചു നൽകുന്നത്. വീടില്ലാത്തവർക്ക് 5 വീടുകൾ നിർമ്മിച്ചു നൽകാനാണ് സഹൃദയ കോളേജ് പദ്ധതിയിടുന്നത്. ആദ്യ വീടിന് സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജോർജ് പാറമോൻ തറക്കല്ലിട്ടു. ആളൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AR ഡേവിസ്, സഹൃദയ ഫിനാൻസ് ഓഫീസർ ഫാദർ തോമസ് വെളക്കനാടൻ, ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ സുധ ജോർജ് വളവി തുടങ്ങിയവർ സംസാരിച്ചു. പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് സഹകരണ വകുപ്പിന്റെ കെയർ ഹോം പദ്ധതി പ്രകാരം കൊടകര ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് നിർമ്മിച്ചു നൽകുന്ന വീടിന് തറക്കല്ലിട്ടു. മറ്റത്തൂർ പടിഞ്ഞാട്ടുമുറിയിൽ പൊളിക്കൽ ദേവകിക്ക് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ തറക്കല്ലിടൽ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PC സുബ്രൻ നിർവഹിച്ചു. വാർഡംഗം ജയ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് ഡയറക്ടർ ബോർഡംഗം TA ഉണ്ണികൃഷ്ണൻ, ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ VD ബിജു, TJ സജീഷ്, KR അനിൽ എന്നിവർ സംസാരിച്ചു. SNSC ചന്ദ്രാപിന്നിയുടെ 50ാമത് അഖില കേരള വോളിബോൾ ടൂർണമെന്റ് ഈ മാസം 12 മുതൽ 16 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ചന്ദ്രാപിന്നി പെരുമ്പടപ്പ് ഈസ്റ്റ് UP സ്കൂൾ ഫ്ലഡ്ലൈറ്റ് ഗ്രൗണ്ടിൽ നടക്കുന്ന ടൂർണമെന്റ് ശനിയാഴ്ച രാത്രി 7-ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ നേവി കൊച്ചി, ഇന്ത്യൻ കസ്റ്റംസ് കൊച്ചി, ബീക്കൺ സ്പോർട്സ് കാലിക്കറ്റ്, കേരള പോലീസ് തിരുവനന്തപുരം, KSCB തിരുവനന്തപുരം, SNSC ചന്ദ്രാപിന്നി എന്നീ ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഭാരവാഹികളായ KK രാമനാഥൻ, PC രവി, KG കൃഷ്ണനുണ്ണി, സുമൻ പണിക്കശ്ശേരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. എടത്തുരുത്തി പഞ്ചായത്തിൽ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം പട്ടികജാതി കുടുംബങ്ങൾക്ക് വാട്ടർ ടാങ്കുകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് AV സതീഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സുജ ത്രേസ്യ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗീത മോഹൻദാസ്, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. 4,31,000 രൂപ ചെലവിട്ട് 140 പേർക്കാണ് വാട്ടർ ടാങ്കുകൾ വിതരണം ചെയ്തത്.
കേരള ലേബർ മൂവ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ മോൺസിഞ്ഞോർ തോമസ് തലച്ചിറ അനുസ്മരണം സംഘടിപ്പിച്ചു. വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോർജ് കോമ്പാറ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക സഭ ചീഫ് എഡിറ്റർ ഫാദർ ഫ്രാൻസിസ് കുത്തൂർ, KLM അതിരൂപത പ്രസിഡന്റ് ജോസ് മാടാനി, KLM ഡയറക്ടർ ഫാദർ ജോർജ് തോമസ്, ജനറൽ സെക്രട്ടറി മോളി ജോബി തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് മുല്ലത്തറ റോഡിന്റെ നവീകരണം വേഗത്തിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഗുരുവായൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KV അബ്ദുൽ ഖാദർ MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് ചാവക്കാട് സെന്ററിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ DCC സെക്രട്ടറി CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് ഗോപപ്രതാപൻ അധ്യക്ഷത വഹിച്ചു. KD വീരമണി, KV ഷാനവാസ് തുടങ്ങിയവർ സംസാരിച്ചു. ബോഡി ബിൽഡിംഗ് ആൻഡ് ഫിറ്റ്നസ് അസോസിയേഷൻ ഓഫ് തൃശൂരിന്റെ കീഴിലുള്ള ഫിറ്റ്നസ് ക്ലബിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരിയിൽ ശരീര സൗന്ദര്യ മത്സരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ശനിയാഴ്ച നടക്കുന്ന മത്സരത്തിൽ ജില്ലയിലെ 100ഓളം ഫിറ്റ്നസ് ക്ലബ്ബുകളിൽ നിന്നായി 350ഓളം മത്സരാർത്ഥികൾ പങ്കെടുക്കും. തൃശൂർ ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് BM ബഷീർ, AP ജോഷി, തോമസ് തരകൻ, എഡ്വിൻ വിൽസൺ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചാവക്കാട് പോലീസും കടലോര ജാഗ്രതാ സമിതിയും സംയുക്തമായി മുനയ്ക്കക്കടവ് റഹ്മാനിയ മസ്ജിദിൽ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. ഡോക്ടർ KV സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. PA അഷ്കർ അലി അധ്യക്ഷനായിരുന്നു. ASI ബാബുജി, സുനിൽ, സജ്ജിൻ എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭയും താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയും സംയുക്തമായി പാലിയേറ്റീവ് കെയർ ദിനാചരണം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ KR ജൈത്രൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CK രാമനാഥൻ അധ്യക്ഷത വഹിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ TV റോഷ്, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഹണി പീതാംബരൻ എന്നിവർ സംസാരിച്ചു. അക്ബർ അലി ക്ലാസ് നയിച്ചു. മുല്ലശ്ശേരി പഞ്ചായത്തിൽ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി കുടുംബങ്ങൾക്ക് PVC വാട്ടർ ടാങ്കുകൾ വിതരണം ചെയ്തു. 36 കുടുംബങ്ങൾക്ക് കുടിവെള്ള ടാങ്ക് വിതരണം ചെയ്യുന്നതിനായി 1,80,000 രൂപയാണ് പഞ്ചായത്ത് മാറ്റിവെച്ചിട്ടുള്ളത്. മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് AK ഹുസൈൻ വാട്ടർ ടാങ്ക് വിതരണം ഉദ്ഘാടനം ചെയ്തു. സ്ഥിരം സമിതി അധ്യക്ഷൻ OS പ്രദീപ് അധ്യക്ഷനായിരുന്നു. AP ബെന്നി, PK രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. NCP ജില്ലാ ട്രഷററും നാഷണലിസ്റ്റ് കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന തോമസ് മാത്യു ചാലക്കലിന്റെ 5ാം ചരമവാർഷിക ദിനം ആചരിച്ചു. NCP കുന്നംകുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം NCP സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK രാജൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. NCP ജനറൽ സെക്രട്ടറി EA ദിനമണി അധ്യക്ഷനായി. സംസ്ഥാന നിർവാഹക സമിതി അംഗം AV വല്ലഭൻ, നാഷണലിസ്റ്റ് മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് M പത്മിനി തുടങ്ങിയവർ സംസാരിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് 2018-19 സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK തോമസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ബീന അജയ് ഘോഷ് അധ്യക്ഷയായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS ഷജിത്, പഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് സെക്രട്ടറി MB ഷീല എന്നിവർ സംസാരിച്ചു. തെരഞ്ഞെടുത്ത 20 വിദ്യാർത്ഥികൾക്ക് 6 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ലാപ്ടോപ്പ് വിതരണം ചെയ്തത്. പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന എളനാട് കളിസ്ഥലത്തിന്റെ നിർമ്മാണോദ്ഘാടനം UR പ്രദീപ് MLA നിർവഹിച്ചു. പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ സജിമോൻ, OK ഷീന, രുക്മിണി ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പെരിഞ്ഞനം ഈസ്റ്റ് AELP സ്കൂളിൽ നിർമ്മിച്ച അടുക്കളപ്പുരയുടെ ഉദ്ഘാടനം ET ടൈസൺ MLA നിർവഹിച്ചു. പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് KK സച്ചിത് അധ്യക്ഷത വഹിച്ചു. MLA ഫണ്ടിൽ നിന്നുള്ള 4 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് അടുക്കള നിർമ്മിച്ചിരിക്കുന്നത്. പഴയന്നൂർ പഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പണി പൂർത്തീകരിച്ച തൃക്കണായ നരിക്കുണ്ട് റോഡിന്റെ ഉദ്ഘാടനം UR പ്രദീപ് MLA നിർവഹിച്ചു. പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ശ്രീജയൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ തങ്കപ്പൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ രുക്മിണി ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. വില്ലടം ഗവൺമെന്റ് സ്കൂളിന് സമീപം നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം കോർപ്പറേഷൻ മേയർ അജിത വിജയൻ ഉദ്ഘാടനം ചെയ്തു. ശാന്ത അപ്പു, MS ഉണ്ണികൃഷ്ണൻ എന്നിവർ സന്നിഹിതരായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും.
പറപ്പൂർ ചുള്ളിപ്പാടത്ത് 70 ഏക്കർ നെൽകൃഷി കരിഞ്ഞുണങ്ങി. മണ്ണിലെ അസിഡിറ്റി വർദ്ധിച്ചതും ഇലകരിച്ചിൽ രോഗം മൂർച്ഛിച്ചതുമാണ് കൃഷിനാശത്തിനിടയാക്കിയതെന്ന് അധികൃതർ. വെള്ളിക്കുളങ്ങര വനമേഖലയിൽ കാടിറങ്ങുന്ന കാട്ടാനകൾ കർഷക ഗ്രാമങ്ങളുടെ ഉറക്കം കെടുത്തുന്നു. വനാതിർത്തിയിലെ സോളാർ വൈദ്യുതി വേലികൾ ഫലപ്രദമല്ലെന്ന് നാട്ടുകാർ. കുന്നംകുളത്തിന്റെ സ്വപ്ന പദ്ധതിയായ ബസ് സ്റ്റാൻഡ് നിർമ്മാണത്തിന് സർക്കാരിന്റെ സാങ്കേതിക അനുമതിയായി. നടപടികൾ വേഗത്തിലായത് TCV വാർത്തയെ തുടർന്ന്. ആഴക്കടൽ മത്സ്യബന്ധനത്തിന് മത്സ്യത്തൊഴിലാളികളെ കൂടുതൽ പ്രാപ്തരാക്കാനായി പദ്ധതി ആവിഷ്കരിക്കുമെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ. സംസ്ഥാനത്ത് 3 മറൈൻ ആംബുലൻസുകൾ ഏർപ്പെടുത്തുമെന്നും മന്ത്രി. പെരിങ്ങോട്ടുകരയിൽ താന്യം CPI ലോക്കൽ കമ്മിറ്റി ഓഫീസ് അടിച്ചു തകർത്ത കേസിൽ 3 പേർ അറസ്റ്റിൽ. CPM DYFI പ്രവർത്തകരാണ് അന്തിക്കാട് പോലീസിൽ കീഴടങ്ങിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.